സർജറി ഇനിയുണ്ട്. ചേട്ടാ പിന്നെ എന്തൊക്കെ വിശേഷം? വിശേഷം എന്താ, സുഖമായിട്ടിരിക്കണോ? ഇങ്ങനെ സുഖം എന്ന് പറയാൻ പറ്റില്ല. കാലൊക്കെ എങ്ങനെ ശരിയായിരുന്നുണ്ടോ? കാലിങ്ങനെ ശരിയായി വരുന്നേ. ഇനി സർജറി ഉണ്ട്. സർജറി ഇനിയുണ്ട്. കറക്ഷൻ സർജറി ഉണ്ട് ഇനി. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നു. കറങ്ങല്ല, ഒരു പടം കണ്ടു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു പടം കൂടെ കാണണം. ഇപ്പം എത്ര റെസ്റ്റ് ഇപ്പം എത്ര നാൾ വേണ്ടി വരും? ഇപ്പം 10 മാസമായി. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ആക്സിഡന്റ് പറ്റിയതായിരുന്നല്ലേ? ആക്സിഡന്റ് KSRTCയുടെ സ്വിഫ്റ്റ് ബസ് ഇടിച്ചായിരുന്നു. സ്പീഡി റിക്കവറി തന്നെയായിരുന്നു. ഇപ്പം സർജറി ഇപ്പം അടുത്ത സ്റ്റെപ്പാണോ? ഇനിയിപ്പം കണ്ടിന്യൂ ആണോ ചെയ്തതിൻ്റെ? ഇനിയിപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ കുറച്ച് ഇങ്ങനെ സാഗ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങൾ പോകും. അപ്പം വീണ്ടും കെട്ടിയിട്ട് ഇടണം. അതോ 2-3 പ്രാവശ്യം ചെയ്യണം. ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ ശരിയാവുമായിരിക്കും അല്ലേ? വീണ്ടും അഭിനയത്തിലോട്ട് അഭിനയം തുടങ്ങിയല്ലോ. 3 ഷെഡ്യൂളായിട്ട് ഇപ്പം ജോയിൻ ചെയ്തു. ഞാൻ മൗനരാഗത്ത് തന്നെ. പണ്ടത്തെ പോലെ അങ്ങനെ ഇളകി ചെയ്യാൻ പറ്റില്ല. എന്നാലും ചേട്ടാ സ്ഥലം എവിടെ വരുന്ന? നാട് വീട് കോഴിക്കോടാണ്. ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? ഇപ്പം ഷൂട്ടിംഗ് ഇന്നലെ ഷെഡ്യൂൾ പാക്കപ്പായി. ഈ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി നിൽക്കുകയാണ്. ഫിലിം ഫെസ്റ്റിവലിനും കൂടെ എടുത്തപ്പോഴേ അപ്പം ഷൂട്ടിങ്ങും ഇതും കൂടെ ക്ലബ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പത്തെ വർഷം വന്നിട്ടുണ്ട് ഇവിടെ? ഞാൻ സ്ഥിരമായിട്ട് വരുന്നത് അവിടെ, വർഷങ്ങളായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ആളുകൾ കുറവ് പോലെ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ആൾക്കാരായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ കൂടുമെന്നറിയില്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വന്നിട്ട്? ഇതൊരു ഉത്സവമല്ലേ, നമ്മുടെ സിനിമ പ്രേമികളുടെ ഒരു ഉത്സവമല്ലേ ഇത് കഴിഞ്ഞു പോകുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം. ഇനി IFFK ഇല്ലല്ലോ, ഇനി അടുത്ത വർഷം ആവേണ്ടതെന്നൊരു വിഷമമുണ്ട്. ഒരു കാത്തിരിപ്പാണ്. ഇവിടുന്ന് കുറേ കൂട്ടുകാരൊക്കെ കിട്ടുമല്ലേ? കൂട്ടുകാരെ കിട്ടും, കുറേ ആൾക്കാരെ ഇവിടുന്ന് കാണാൻ പറ്റും. ഏറ്റവും വലിയ ആഗ്രഹം IFFKയിൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറേ പേരെ കണ്ടു. പഴയ കുറേ കാലം കാണാത്തവരെ കാണാൻ പറ്റി. അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് പലരും